നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരാളെ പരസ്യമായി നിങ്ങൾ തീവ്രവാദി ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ശരിയാണോ? നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഒരു കാരണവശാലും ഒരു വ്യക്തിയോട് പോലും അങ്ങനെ ഒരു ആരോപണമോ ചോദ്യമോ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഒരു നാടിന്, നമ്മുടെ സംസ്ഥാനത്തിന് വ്യക്തമായ മതനിരപേക്ഷ മൂല്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇക്കാലമത്രയും നമ്മളെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി നമ്മളെ പഠിപ്പിച്ചു തന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു മതേതര മൂല്യമുണ്ട്. ഇവിടെ നബിദിനത്തിൻ്റെ അന്ന് അവിടെ നബിദിന റാലിക്ക് പോകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു വെള്ളമോ അതോ അവർക്ക് വേണ്ട ദാഹജലം കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മളുടെ ഹിന്ദുക്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ആ വേദിയിൽ നിന്നുകൊണ്ട് അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരവും ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. അത് മതം നോക്കിയിട്ടല്ല, നെറ്റിയിലെ നിസ്കാരത്തഴമ്പിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല, അവരെങ്ങോട്ട് മുണ്ടെടുക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, അവരുടെ അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കുന്നത് കുറിയാണോ തിലകമാണോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗവും അല്ലെങ്കിൽ അവർ കൊന്ത ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല കേരളത്തിലുള്ളവർ ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നത്. മാനുഷിക സ്നേഹവും മതേതര മൂല്യവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിധം അവരുടെ തലച്ചോർ മരവിച്ചുപോയി എന്നുള്ളതായിരിക്കും നമ്മൾ കാണേണ്ടത്. നാം പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല, മുൻ ദേവസ്വം ബോർഡും പൊതുമരാമത്തും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മുൻ മന്ത്രി ഉണ്ടെന്നേ, ജി സുധാകരൻ, അമ്പലപ്പുഴക്കാരൻ. ആ അമ്പലപ്പുഴക്കാരനായ ജി സുധാകരൻ ഇന്ന് UDF-ൻ്റെ MLA ആണെന്നേ. ജനകീയ സ്വതന്ത്രൻ എന്ന് പറയുന്ന വിളിപ്പേരോടുകൂടി, ഓമനപ്പേരോടുകൂടി MLA ആയി മാറിയ ഒരു വ്യക്തി. ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാചകങ്ങൾ ഇതൊക്കെയാണ്. ധാർഷ്ട്യം കലർന്ന രീതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ കഴിഞ്ഞ കാലമത്രയും DYFI എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൻ്റെ വിവിധ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയിരുന്നു, ഉച്ചഭക്ഷണം. ഒരു പൊതി ചോറ് അവരാരുടെയും കീശയിൽ നിന്ന്, അതായത് ഈ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീശയിൽ നിന്ന് പണമെടുത്തല്ല അവർ കൊടുക്കുന്നത്. അയൽ വീടുകളിൽ നിന്നും അവരുടെ യൂണിറ്റ് കമ്മിറ്റികളുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും രാഷ്ട്രീയവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മതമോ നോക്കാതെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ചോറുപൊതി അവിടെ എത്തിച്ചു കൊടുക്കുക, ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അത്യന്തം മാനുഷിക മൂല്യമുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു DYFI. എന്നാൽ അത് പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഒരു കാരണവശാലും അവിടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ആഹാരത്തെ നിഷേധിക്കുകയാണ്. അവിടെ നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം അത് തന്നെയാണ്. ഒരു നേരത്തെ ആഹാരമെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പണം കുറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പറയുന്ന അത്രയും പണം ലാഭിക്കാൻ കഴിഞ്ഞാൽ അത്ര കൂടി ആശുപത്രിയിൽ തങ്ങൾക്കുള്ള രോഗിക്ക് ചികിത്സിക്കാൻ കഴിയും, അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് ഒട്ടുമിക്ക രോഗികളും അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരും. അവിടെ ഇരിക്കുന്നവർ മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും ജനറൽ ആശുപത്രികളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടേക്കാണ് ഒരു നേരത്തെ അന്നം എത്തിച്ചു കൊടുക്കുന്നത്, ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ആ ഭക്ഷണത്തിൻ്റെ പേരിലാണ് എതിർപ്പ് പറയുന്നത്. അത് പാടില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും നീചമായ, ഭക്ഷണം നിഷേധിക്കുന്നതിന് സമാനമായ പ്രവർത്തനമാണ് അക്ഷരാർത്ഥത്തിൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് കാണിക്കുന്നത്. അത് അല്ലെങ്കിൽ ആ പറഞ്ഞ അത് എടുക്കണമെന്നേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവും ജി സുധാകരൻ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. സ്വഭാവത്തിലല്ല കേട്ടോ, ഈ പറയുന്ന ഇത്തരം പ്രസ്താവനകളുടെ കാര്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അവിടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. രണ്ടും ഭക്ഷണ നിഷേധം തന്നെയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. അതിനെ ചോദ്യം ചെയ്യാൻ വന്ന കൈരളി ചാനലിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനോട് ചോദിക്കുകയാണ്, താൻ പോടോ എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഒരു പോക്കൃത്തരം എന്ന് പറയുന്ന വാക്കുപയോഗിച്ചുകൊണ്ട്. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണെന്നേ ഈ പറഞ്ഞ ജി സുധാകരൻ. അല്ലാതെ വെറുതെ കൊണ്ടും കൊടുത്തും വളർന്നു വന്ന സാധാരണപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവൊന്നും അല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി എന്നുള്ള നിലയിൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ CPMകാർ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സാർ എന്ന് വിളിച്ച അല്ലെങ്കിൽ വിളിപ്പിക്കപ്പെട്ട ഒരു നേതാവാണ് ജി സുധാകരൻ. ആ ജി സുധാകരനാണ് ഇങ്ങനെയൊരു പ്രസ്താവന. അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷാജഹാൻ എന്നാണ്.
അപ്പോൾ അയാളെ നീ പിന്നെ ഇതിന് പാർട്ടിയിൽ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നീ കൈരളിയിൽ മുമ്പ് പിന്നെ ഉദ്യോഗസ്ഥനായി കൈരളിയുടെ സ്റ്റാഫായി മാറുന്നതിന് മുമ്പ് നീ എന്തായിരുന്നു? നീ തീവ്രവാദിയായിരുന്നു എന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. എത്രത്തോളം വിരോധാഭാസമാണ്, എത്രത്തോളം അഹന്ത ആ മനുഷ്യൻ്റെ ഉള്ളിൽ കയറിക്കൂടിയിട്ടുണ്ട്, എത്രത്തോളം ജനാധിപത്യ വിരുദ്ധത ആ മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്, എത്രത്തോളം മതേതര വിധ്വംസകമായ ഒരു ശക്തി ആ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതല്ലേ അങ്ങനെ പാടുണ്ടോ? കാരണം അദ്ദേഹം വിശ്വസിച്ച് വന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. എന്നിട്ട് ആ മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട്, ഞാൻ ആരായിരുന്നാലും എനിക്ക് എൻ്റെ ഒരൊറ്റ നിലപാടേ ഉള്ളൂ എന്ന് വളരെ ആർജവത്തോടു കൂടി ആ മാധ്യമപ്രവർത്തകൻ ജി സുധാകരൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് ആട്ടിവിടുകയാണ് ചെയ്യുന്നത്. ആട്ടിപ്പായിക്കുന്ന പോലെ ആട്ടിവിടുന്നു. ഇയാൾ പോടോ എന്നാണ് പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകനോട് പറയുകയാണ്. പക്ഷേ അതിനകത്തിലെ ഏറ്റവും നമുക്കെന്താ പറയുക, ഒട്ടും താല്പര്യമില്ലാതെ പോയത് മറ്റു മാധ്യമപ്രവർത്തകരാരും അതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ. മറ്റു മാധ്യമപ്രവർത്തകരൊന്നും ചോദ്യം ചോദിക്കുന്നേയില്ല. അതെങ്ങനെ? പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി വാതിലുകൾ കൊട്ടിയടച്ചവരല്ലേ ഇന്ന് ഇവിടുത്തെ നമ്മുടെ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരുമെന്ന് നമുക്കറിയാം, ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളുമെന്ന് നമുക്കറിയാം. പലർക്കും ആ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത്, പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തുന്ന ഒരുതരം ഫാസിസ്റ്റ് സമീപനം നമ്മുടെ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം പറയാനായിരുന്നില്ലെന്നേ അന്ന് പത്രസമ്മേളനം വിളിച്ചത്. കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 7-8 പേർ മരണപ്പെട്ട ഒരു മണ്ണിടിച്ചിലുണ്ടായതിനെക്കുറിച്ചും അവിടെ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതിരുന്നത് എന്ന് പറയാൻ വേണ്ടി വിളിച്ച, അതും ഒരു മുൻ മുഖ്യമന്ത്രി, 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ആ ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കരുത് എന്ന് കരുതുന്നു. അവിടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണ് എന്നുള്ളതാണ്. അവിടെ പൊളിറ്റിക്സ് അല്ല, രാഷ്ട്രീയമല്ല പറയാൻ ഉദ്ദേശിച്ചത്. അതേസമയം അദ്ദേഹത്തിൻ്റെ വായിൽ കോലിട്ട് കുത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. അപ്പോൾ അതിനെ എതിർത്തപ്പോൾ അത് വലിയ വാർത്തയായി മാറുന്ന ഒരു കാഴ്ചയും നമ്മുടെ കേരളത്തിൽ കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കൂടെ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് ഈ UDF-ന്റെ ഒരു നേതാവ്, UDF-ന്റെ ഒരു MLA വിളിച്ചിട്ട് പോലും അത് ചോദ്യം ചെയ്യാൻ നമ്മളുടെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുള്ളവർക്ക് സാധിക്കുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മൾ ആലപ്പുഴയിൽ നമ്മൾ കാണുന്നത്. ആലപ്പുഴയിൽ CPM-ഉം ഇപ്പം അമ്പലപ്പുഴയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തെ അവിടുത്തെ CPM പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് ചളകുളമാക്കി കൊടുത്തു. ഇങ്ങനെയല്ലേ പ്രസംഗിക്കുന്നത്? ഇവിടെ ഒരു വനിതാ നേതാവിനെ, CS സുജാത എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനെ, അവരെ സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ മുഖത്തിട്ടാട്ടിയിട്ട് പോലും, ആ രീതിയിൽ പ്രസ്താവിച്ചിട്ട് പോലും ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണ അടക്കമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഉമാ തോമസ് അടക്കമുള്ള, KK രമ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാരുള്ള UDF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നിന്ന് ഒരാൾ പോലും അതിനെ ചോദ്യം ചെയ്യുകയോ അപലപിക്കുകയോ ചെയ്തില്ല എന്നുള്ളതും അന്നത്തെ വിരോധാഭാസമായി തന്നെ നമ്മൾ കാണേണ്ടതല്ലേ? ഒരാൾ പോലും ചോദിച്ചില്ല ജി സുധാകരൻ പറഞ്ഞത് തെറ്റാണ് എന്ന്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ബിന്ദു കൃഷ്ണയാകട്ടെ കൊല്ലത്ത് നിന്ന് മത്സരിച്ചിരുന്നില്ലേ, ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ചിരുന്നില്ലേ, ഷാനിമോൾ ഉസ്മാൻ അങ്ങ് പിന്നെ തുറവൂരിൽ നിന്ന് മത്സരിച്ചിരുന്നില്ലേ? ഇവരാരും എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത്? അവരെല്ലാം വനിതകളായിരുന്നില്ലേ? ആ വനിതകളായ നേതാക്കന്മാരെല്ലാം ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞ പോലെയാണോ ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്നത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വയം ചോദിക്കാൻ തോന്നിയില്ലേ എന്നുള്ളതാണ്. വടകരയിൽ നിന്ന് എല്ലാ തവണയും വിജയിച്ചു ചേർന്ന KK രമയ്ക്ക് പോലും ആ ചോദ്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ആ ചോദ്യം ഉണ്ടാകാതെ പോയത്? അപ്പോൾ ഇവിടെ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഏതൊക്കെ രീതിയിൽ കുറ്റം പറയുന്നുവോ, ഏതൊക്കെ രീതിയിൽ അതിനെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതൊരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാലോ അവനിട്ടാട്ടിയാലോ ഇവിടെ ഒരാളും ചോദിക്കാൻ വരില്ല എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം രൂപീകരിച്ചെടുക്കുകയാണോ നമ്മുടെ കേരളത്തിൽ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അതാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ മതേതരത്വ ബോധത്തോടുകൂടി അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു MLA പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയല്ലേ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല ശരി എന്നുള്ള കാര്യവും ഈ പറയുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് അറിയേണ്ടതുണ്ട്. പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്ര മുന്നണി മാറിയിരുന്നാലും ഒരു ഇടതുപക്ഷ ചിന്തകന് അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നിലപാടൊന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും അങ്ങ് തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. നമുക്കറിയാം
KSUക്കാർ കൊലപ്പെടുത്തി, KSUവിൻ്റെ ഗുണ്ടകൾ കൊലപ്പെടുത്തി എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്ന ജി സുധാകരൻ വളരെ പെട്ടെന്ന് മാറുകയും അതിന് മരണത്തിന് CPMകാരും DYFIക്കാരുമാണ് കാരണം എന്ന് പറയുകയുമാണ് ഉണ്ടായത്. എന്ത് വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്ത് വിരോധാഭാസമാണ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ഈ നാഴികയ്ക്ക് 40 വട്ടം 3ഉം 4ഉം 40 നിലപാടുകളുമായി നിൽക്കുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു MLA സംബന്ധിച്ചിടത്തോളം ശരിക്കും CPMൽ വിശ്വസിക്കുമോ? ഇനി അതല്ല, ഇനിയും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ UDF ഇനിയും ഒരു അവസരം തന്ന് അങ്ങേ അല്ലെങ്കിൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഇനിയും കൊണ്ടു നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ധാരണയെ തെറ്റാണ്. വർഗീയ പരാമർശം നടത്തിയില്ലേ അങ്ങ് പിന്നെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കടപ്പുറത്ത് നിന്നുള്ള മണ്ണ് വിരിച്ചപ്പോൾ അതിന് മത്സ്യഗന്ധമുണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയല്ലേ ജി സുധാകരൻ? അപ്പോൾ എന്താണ് അങ്ങയുടെ നിലപാട്? എന്താണ് അങ്ങയുടെ മാനുഷിക മൂല്യം? എന്താണ് അങ്ങയുടെ ധാർമ്മികത? എന്താണ് അങ്ങയുടെ രാഷ്ട്രീയ നിലപാട്, ജനാധിപത്യ ബോധം, മതേതരത്വ ബോധം എന്ന് തന്നെ ചോദിക്കേണ്ടി വരും സർ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.